നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞു. ഇരുവരും മോഷണക്കേസിലെ പ്രതികൾ. മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല IP അത്യാഹിത ചികിത്സ പുനരാരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. സൂപ്പർ ഹിറ്റായി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി ആലമ്പാടി ഉറൂസ് നഗരി. അന്നദാനത്തിനുള്ള സാധനങ്ങളുമായി എത്തിയ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഊഷ്മള സ്വീകരണം. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി 31-ന് പ്രതിഷേധ ധർണ നടത്തും. അന്ന് ഉച്ചവരെ ജില്ലയിലെ പ്രസ്സുകൾ അടച്ചിടും. ജനലുകൾ വഴി മരവടി അകത്തിട്ട് അതിവിദഗ്ധമായ മോഷണം. ബിരുദനെ പൂട്ടുവാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബേക്കൽ പോലീസ്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ചത് മോഷണക്കേസിലെ പ്രതികൾ. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ഇന്ന് പുലർച്ചെ 5:30 മണിയോടെയായിരുന്നു അപകടം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തിയാണ് മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞത്. നെല്ലിക്കട്ട നെക്രാജി സ്വദേശികളായ മുഹമ്മദ് സാഹിർ, നിഹാൽ എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 19 വയസ്സാണ്. മൃതദേഹങ്ങളുടെ സമീപം 4ഓളം മൊബൈൽ ഫോണുകൾ കണ്ടതിനെ തുടർന്ന് സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച 2 പേരും മോഷണ കേസുകളിലെ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പാളത്തിൽ 2 പേർ ഇരിക്കുന്നതായി കണ്ടതെന്നാണ് ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയ മൊഴി. ഞങ്ങൾ അന്വേഷിച്ചാൽ ഒരാൾ റെയിൽവേ ട്രാക്കിലും മറ്റൊരാൾ റെയിൽവേ ട്രാക്കിന് പുറത്തുമായിട്ടാണ് കിടക്കുന്നത്. ഒരു 3-4 മൊബൈൽ ഫോൺ വരുവത്തുണ്ടായിരുന്നു. ഞങ്ങൾ സീൻ കാർഡ് ഇട്ടു, അന്വേഷണം FIR ഇട്ടു, അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്കൊരു സംശയം വന്നു. ഇത് ഇന്നാണ് ഒരു ഫോൺ കോൾ വന്നു ഇതിനകത്തേക്ക്. ആ ഫോൺ വെച്ച് ഞങ്ങൾ വിളിച്ച ഒരു മലപ്പുറത്തുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീനെ വെച്ചിട്ടാണ് ഒരാളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അവൻ്റെ ഉമ്മാനെ വിളിച്ചു. ഉമ്മയും മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മ വന്നു. ഒരു 11 മണിയാകുമ്പോഴാണ് ഉമ്മ വന്നത്. 12 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തു. അവൻ്റെ പേര് സഹീർ എന്നാണ്. രണ്ടാമത്തത് നിഹാൽ എന്ന ഒരാളാണ്. നിഹാൽ 2 പേർക്കും ചെറിയ ചെറിയ കളവ് കേസുകളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റേഷനിലെ വിദ്യാർ സ്റ്റേഷനിലെ 2-3 കേസുകളിലെ പ്രതികളാണ് ഈ സഹീർ എന്ന് പറയുന്നതാണ്. ബൈക്ക് മോഷണം, ചെറിയ മൊബൈൽ മോഷണമായിട്ട് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. എന്തായാലും ഞങ്ങൾ 2 പേരും ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. ലോക്കോ പൈലറ്റ് പറയുന്നു 2 പേരും ട്രാക്കിലിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഒരാൾ ഇരിക്കുന്നു, ഒരാൾ കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത്. അപ്പോൾ ട്രെയിനിൽ ചാടിയതല്ല, ആരും പിടിച്ച് തള്ളിയതല്ല, അവിടെ ഇരുന്നതായിട്ടാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്. കണ്ടയാൾ പറയുന്നത്. ലോക്കോ പൈലറ്റിനെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയ സംശയങ്ങളൊന്നും ഇതുവരെ ഇല്ല. അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അടുത്ത അന്വേഷണം. ഗുഡ്സ് ട്രെയിൻ തട്ടിയാണ് യുവാക്കൾ മരിച്ചത്. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല IP അത്യാഹിത ചികിത്സ പുനരാരംഭിച്ചു. നിയമസഭയിൽ ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. ചികിത്സാ പരിമിതി മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം KCN ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല IP അത്യാഹിത ചികിത്സ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദ്യമുന്നയിച്ചത്. ഇതിന് മറുപടിയായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചികിത്സ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞത്. ഇത് പ്രകാരം ആശുപത്രിയിൽ രാത്രികാല IP അത്യാഹിത ചികിത്സ പുനരാരംഭിച്ചു. തീർച്ചയായും മഞ്ചേശ്വരത്ത് ആരോഗ്യ മേഖലയിൽ എല്ലാ മേഖലയിലും വളരെയേറെ ഡെവലപ്മെന്റ്സിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളൊരുക്കി അതികഠിനമായ പ്രയത്നം MLA എന്ന നിലയ്ക്ക് നടത്തുന്ന സന്ദർഭത്തിലാണ് ഇവർ വലിയ 4 മാസത്തോളം രാത്രികാല ചികിത്സ നിർത്തലാക്കിയ ഒരു അവസ്ഥ ഉണ്ടായത്. ഇന്ന് സഭ സമ്മേളനിക്കുന്ന ആദ്യ ദിവസം തന്നെ ചോദ്യോത്തരവേളയിൽ ചോദ്യം ഉന്നയിച്ചു. ഓൾറെഡി DDCക്ക് തന്നെ
കളക്ടറേറ്റിൽ DMOയുമായി സംസാരിച്ചതാണ്. വളരെ പോസിറ്റീവായി നമുക്ക് ഇന്ന് തന്നെ രാത്രികാല ചികിത്സ പുനരാരംഭിക്കുമെന്നുള്ള ഒരു സന്തോഷകരമായ ഒരു ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഒരിക്കലും അത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകാത്ത രീതിയിൽ നമുക്കൊരു ടീമായി പ്രയത്നിക്കേണ്ടതുണ്ട്. മറ്റുള്ള മേഖലകളിൽ കൂടി, മഞ്ചേശ്വരത്തും കുമ്പള അടക്കമുള്ള മേഖലകളിൽ കൂടി ആരോഗ്യ മേഖലയിൽ നമ്മൾ അനുഭവിച്ച ദുരന്തവും അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇടപെടൽ തുടരേണ്ട ഒരാവശ്യകത ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു 4 മാസം മുൻപ് മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല ചികിത്സ നിർത്തലാക്കിയത്. മതിയായ ഡോക്ടർമാരില്ലെന്ന കാരണത്താലാണ് IP അത്യാഹിത വിഭാഗം നിർത്തലാക്കിയത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ചികിത്സാ പരിമിതി മൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതം KCN ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് AKM അഷ്റഫ് MLA കത്തയക്കുകയും ചെയ്തിരുന്നു. 8 ഡോക്ടർമാരുടെ തസ്തികയാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഇതിൽ മുഴുവൻ ഒഴിവുകൾ നികത്തിയതായും ആരോഗ്യമന്ത്രി MLA അറിയിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. സൂപ്പർ ഹിറ്റായി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ്. വന്ദേ ഭാരത് ട്രെയിൻ യാത്രാരംഗത്ത് കേരളത്തിന് ഇത് അഭിമാനകരമായ നേട്ടമാണ്. ട്രെയിൻ യാത്രാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുന്നത്. മികച്ച സൗകര്യവും വേഗതയുമെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വന്ദേ ഭാരതിനെ യാത്രക്കാരുടെ പ്രിയ സർവീസാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വന്ദേ ഭാരത് ട്രെയിൻ യാത്രയിൽ അഭിമാനകരമായ നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ്. ഒക്യുപ്പൻസി റേറ്റ് പ്രകാരം 133% പേരാണ് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. കേരളം കഴിഞ്ഞാൽ ഡൽഹി വാരണാസി, ഡൽഹി കത്ര റൂട്ടുകളിലാണ് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടുകളിലെ ഒക്യുപ്പൻസി റേറ്റ് 120%. ചെന്നൈ തിരുനെൽവേലി റൂട്ടിൽ 119%, മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ 114%, സെക്കന്ദരാബാദ് വിശാഖപട്ടണം റൂട്ടിൽ 110% യാത്രക്കാരുമാണ് ഉള്ളത്. നിലവിൽ രാജ്യത്ത് 41 വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിൽ 2 എണ്ണം തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ്. യാത്രക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിൽ മംഗളൂരു ഗോവ വന്ദേ ഭാരത് ആണ്. ഈ റൂട്ടിൽ 50% യാത്രക്കാർ മാത്രമാണ് സഞ്ചരിക്കുന്നത്. യാത്രക്കാരുടെ ആവശ്യപ്രകാരം ഈ ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിലേക്ക് നീട്ടിയാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമെന്നാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതസൗഹാർദ്ദത്തിൻ്റെ വേദിയായി ആലമ്പാടി ഉറൂസ് നഗരി. അന്നദാനത്തിനുള്ള സാധനങ്ങളുമായി പാടിയിലെ ബെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രം, കൈലാർ ക്ഷേത്രം ഭാരവാഹികൾ എത്തിയത് മനോഹര കാഴ്ചയായി. ജമാഅത്ത് ഭാരവാഹികൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശവുമായി പാടിയിലെ ബെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രം, കൈലാർ ക്ഷേത്രം ഭാരവാഹികൾ ആലമ്പാടി ഉദയാസ്തമന ഉറൂസ് നടക്കുന്ന ജുമാ മസ്ജിദിലെത്തിയത് മതസാഹോദര്യത്തിന്റെ മനോഹര കാഴ്ചയായി. ഉറൂസിന്റെ അന്നദാനത്തിനുള്ള സാധനങ്ങളുമായാണ് ക്ഷേത്രം ഭാരവാഹികൾ എത്തിയത്. പാടി ഹരിഹര സേവാ സമിതി പ്രസിഡന്റും മായിപ്പാടി രാജകുടുംബാംഗവുമായ പാടി കൊട്ടാരത്തിലെ NJ ഹരിപ്രസാദ്, സെക്രട്ടറി CK വേണുഗോപാലൻ നായർ, VM രവീന്ദ്രൻ, K കുഞ്ഞികൃഷ്ണൻ നായർ, KP നാരായണൻ നായർ, TK സദാശിവൻ, PK രവീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്നദാനത്തിനുള്ള സാധനങ്ങളുമായി എത്തിയത്. ആലമ്പാടി ജമാഅത്ത് പ്രസിഡന്റ് K അബ്ദുല്ലക്കുഞ്ഞി ഹാജി, ജനറൽ സെക്രട്ടറി A മമ്മിഞ്ഞി, ഖജാൻജി ഹമീദ് മിഹ്രാജ്, ഖത്തീബ് PV അബ്ദുസലാം ദാരിമി തുടങ്ങിയവർ ചേർന്ന് ക്ഷേത്രം ഭാരവാഹികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. ബെള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2 വർഷം മുൻപ് നടന്ന ബ്രഹ്മകലോത്സവത്തിന് അന്നദാനത്തിലുള്ള വിഭവങ്ങളുമായി ആലമ്പാടി ജുമാ മസ്ജിദ് ഭാരവാഹികൾ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആലമ്പാടി കിളിർ ജുമാ മസ്ജിദ് ഉദയാസ്തമന ഉറൂസ് നേർച്ച സമാപിച്ചു. 10,000ങ്ങൾക്ക് അന്നദാനം നൽകിക്കൊണ്ടാണ് ഉറൂസ് നേർച്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചത്. ആലമ്പാടിക്ക് ആത്മനിർവൃതിയുടെ ദിനരാത്രങ്ങൾ നൽകി ആലമ്പാടി കിളർ ജുമാ മസ്ജിദ് ഉദയാസ്തമന ഉറൂസ് നേർച്ച സമാപിച്ചു. 10,000ങ്ങൾക്ക് അന്നദാനം നൽകിക്കൊണ്ടാണ് ഉറൂസ് നേർച്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചത്. നാടിന്റെ നാനാതുറകളിലുള്ള ആയിരങ്ങൾ അന്നദാനം സ്വീകരിക്കാൻ പള്ളി പരിസരത്തെത്തി. നവീകരിച്ച കിളർ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിനും 5 വർഷത്തിലൊരിക്കൽ കഴിച്ചു വരാറുള്ള ഉദയാസ്തമന ഉറൂസ് നേർച്ചയിലും കേരളത്തിലെ പ്രഗത്ഭരായ സദാത്യങ്ങളും പണ്ഡിതന്മാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ഉറൂസിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ജമാഅത്ത് കമ്മിറ്റി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 31-ന് രാവിലെ 10 മണി മുതൽ പുലിക്കുന്ന് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിന് സമീപം പ്രതിഷേധ ധർണ നടത്തും. അന്ന് ഉച്ചവരെ ജില്ലയിലെ പ്രസ്സുകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ധനവില, വൈദ്യുതി ചാർജ് വർധനവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് അച്ചടി മേഖല നേരിടുന്നത്. മറ്റ് പൊതുജീവിത ചിലവുകളുടെ വർധനവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ 12% GST നിരക്ക് അച്ചടി ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാക്കണമെന്നാണ് അസോസിയേഷൻ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. 31-ന് രാവിലെ 10 മണി മുതൽ പുലിക്കുന്ന് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിന് സമീപം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ധർണ കാസർഗോഡ് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്യും. KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് അഹമ്മദ് വിഷയാവതരണം നടത്തും. ജില്ലാ പ്രസിഡന്റ് TP അശോക് കുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി റജി മാത്യു സ്വാഗതം പറയും. KA മുഹമ്മദ് ഹനീഫ്, PK ഫൈസൽ, വരപ്രസാദ്, മാഹിൻ കോളിക്കര, ശോഭ ബാലൻ മാണിയാട്ട്, സിബി കൊടിയാങ്കുന്നേൽ, രാജാറാം പെർള തുടങ്ങിയവർ സംബന്ധിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ധർണയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, അതാത് ജില്ലകളിലെ പ്രിന്റിംഗ് ജോലികൾ അതാത് ജില്ലകളിൽ തന്നെ കൃത്യമായിട്ട് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും തദ്ദേശീയ സ്വയംഭരണ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരായി കഴിഞ്ഞാലും മറ്റ് വ്യാപാരി വ്യവസായി സംഘടനകളായി കഴിഞ്ഞാലും തദ്ദേശീയമായിട്ട് നമുക്ക് ഡെവലപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ മേഖലയിലും നമുക്കത് പ്രതിഫലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. 31-ാം തീയതി നടക്കുന്ന ഈ ധർണാ സമരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ അബ്ബാസ് ബീഗം അവർകളാണ്. അതുപോലെ തന്നെ വിഷയാവതരണം ചെയ്യുന്നത് ശ്രീ മുജീബ് അഹമ്മദ്. അദ്ദേഹം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ, വൈസ് പ്രസിഡന്റ് മുജീബ് അഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ TP, സെക്രട്ടറി റജി മാത്യു, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ജയറാം നീലേശ്വരം, സെക്രട്ടറി ജിത്തു പനയാൽ, കാസർഗോഡ് മേഖലാ സെക്രട്ടറി സിറാജുദ്ദീൻ മുജാഹിദ്, ജില്ലാ ട്രഷറർ മുയിനുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനലുകൾ വഴി മരവടി അകത്തിട്ട് അതിവിദഗ്ധമായ മോഷണം, അത് കഴിഞ്ഞ് തട്ടുകടയിൽ നിന്നും സുഭിക്ഷമായ ഭക്ഷണം. മോഷണരംഗത്ത് പുതുമ തീർത്ത ഈ വിരുദ്ധനെ പൂട്ടുവാൻ CCTV ദൃശ്യം പുറത്തുവിട്ട് പോലീസ്. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ബേക്കൽ പോലീസാണ് CCTV ദൃശ്യവും ഫോട്ടോയും പുറത്തുവിട്ടത്. കഴിഞ്ഞ 25-ന് പുലർച്ചെ 4 മണിക്കും 4:30ക്കും ഇടയിൽ കാസർഗോഡ് ചേറ്റുകുണ്ടിലെ രമ്യയുടെ വീട്ടിൽ കവർച്ച നടന്നിരുന്നു. വീടിന്റെ കിടപ്പുമുറിയിലെ സ്റ്റഡി ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ച 1,81,500 രൂപ വില വരുന്ന 4.25 പവൻ സ്വർണ്ണമാലയും 1/4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 1,500 രൂപയുമാണ് നഷ്ടമായത്. രമ്യയുടെ പരാതിയിൽ IPC 447, 341, 323, 506 വകുപ്പുകൾ പ്രകാരം ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് കള്ളനെ വലയിലാക്കുവാൻ CCTV ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. മോഷണം കലയാണെന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും അത് കാര്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പൈജാമ ധരിച്ച ഒരു യുവാവ് വടികൊണ്ട് വീടിന്റെ ജനൽഭാഗത്തേക്ക് നീങ്ങുന്നത് ദൃശ്യത്തിൽ കാണാം. ജനലുകൾ വഴി മരവടി അകത്തിട്ട് അതിവിദഗ്ധമായാണ് മോഷണം. ഇതിനുശേഷം 2 കിലോമീറ്റർ ദൂരെയുള്ള തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതും പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം. പൈജാമ ധരിച്ച യുവാവ് മോഷണത്തിന് ശേഷം തലപ്പാവ് ധരിച്ചാണ് തട്ടുകടയിലെത്തിയത്. ഇവിടെ 10 മിനിറ്റോളം ചെലവഴിച്ചാണ് രക്ഷപ്പെട്ടത്. മോഷ്ടാവിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് കാണിച്ച് ബേക്കൽ CAയുടെ നമ്പറും നൽകിയിട്ടുണ്ട്. യുവാവിനെ പിടികൂടിയാൽ സമാന രീതിയിൽ നടന്ന നിരവധി കവർച്ചകൾക്ക് തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തതിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതിനും 2 കടകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. തൃക്കരിപ്പൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തതിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതിനും 2 കടകൾക്ക് 10,000 രൂപ വീതം പിഴയിട്ടു. മൃഗാശുപത്രി പരിസരത്തെ AS ബേക്കറിക്കും ഒളവറ CMK ഫുഡ് കോർട്ടിനുമാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പിഴ ശുപാർശ ചെയ്തത്.
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും വൃത്തിഹീനമായി ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്തതിനുമാണ് AS ബേക്കറിക്ക് പിഴ. തൃക്കരിപ്പൂർ ടൗണിലെ ഫ്രഞ്ച് ബേക്കറിയിൽ നിന്നും മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കിയതിന് നോട്ടീസ് നൽകി. തൊട്ടടുത്ത KL40 ടീ സ്റ്റാൾ ലൈസൻസ് സൂക്ഷിച്ചില്ല. മലിനജലം പൊതു ഓടയിൽ ഒഴുക്കി വൃത്തിഹീനമായി ഭക്ഷണ വിതരണം നടത്തിയെന്ന് കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ടീ സ്റ്റാളിനുൾപ്പെടെ 20-ലധികം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ശുചിത്വ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ആവശ്യപ്പെട്ടു. ഹെൽത്ത് ഇൻസ്പെക്ടർ ലിയ കത്തലി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K ജയറാം, NE ശിവകുമാർ, K പ്രകാശൻ, KV രാധ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ M സുപ്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി നടപടി ശുപാർശ ചെയ്തത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി മഹാത്മാഗാന്ധിയുടെ അന്ത്യനാളുകൾ തന്മയത്വത്തോടുകൂടി അരങ്ങിലെത്തിച്ച് ചെമ്മനാട് ഈസ്റ്റ് GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ജനുവരി 30 മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി മഹാത്മാഗാന്ധിയുടെ അന്ത്യനാളുകൾ തന്മയത്വത്തോടുകൂടി അരങ്ങിലെത്തിച്ച് ചെമ്മനാട് ഈസ്റ്റ് GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ജനുവരി 30 മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ അവതരിപ്പിച്ചത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ഡ്രാമയിൽ അണിനിരന്നു. ബ്രിട്ടീഷുകാർ നൽകാത്ത പക്ഷം ജിന്നയ്ക്ക് ഒരിക്കലും പാകിസ്ഥാൻ കിട്ടുകയില്ല. കീറി മുറിച്ചൊരു രാജ്യത്തിന് വേണ്ടിയായിരുന്നില്ല ഞാൻ ഇത്രയും കാലം ബ്രിട്ടീഷുകാരോട് പോരാടിയത്. സദാ മതത്തിന്റെ പേരിൽ ഒരു വിഭജനം ഉണ്ടായാൽ ഭാരതം ഒരു ചോരക്കളമായി മാറും. നാളെ സന്തോഷിക്കാനുള്ള ദിവസമാണ്. അതോടൊപ്പം അതൊരു ദുഃഖത്തിന്റെ ദിനം കൂടിയാണ്. ഗാന്ധി, നെഹ്റു, പട്ടേൽ, മൗണ്ട് ബാറ്റൻ പ്രഭു എന്നീ ചരിത്ര പുരുഷന്മാരും കൂടി നിറഞ്ഞു നിന്നത് ദൃശ്യാവിഷ്കാരത്തിന് മിഴിവേകി. കൽക്കത്തയിലെ ഒരു ചേരി പ്രദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുളഴിയുന്ന ചരിത്ര സത്യങ്ങളെ സഹൃദയ സമക്ഷം എത്തിക്കുക എന്ന ദൗത്യമാണ് ഡ്രാമയിലൂടെ ലക്ഷ്യമിട്ടത്. ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1946-47-48 കാലഘട്ടം കൽക്കത്ത ഒരു തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ദൗത്യം. അത് ചരിത്ര കഥാപാത്രങ്ങളായ മൗണ്ട് ബാറ്റൻ, അതുപോലെ നെഹ്റു, പട്ടേൽ, ബാഷാഖാൻ, ഇത്തരം ചരിത്ര കഥാപാത്രങ്ങളിലൂടെ ഇന്ത്യ വിഭജനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ആവിഷ്കരിക്കുകയായിരുന്നു. അതുതന്നെയാണ്, ചെറിയ കുട്ടികളാണ്. 1-ാം ക്ലാസ് മുതൽ KG സെക്ഷൻ മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ അതിനെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച കൊറിയോഗ്രാഫിക് ഡ്രാമ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയ പറമ്പിന്റെ കവാടമായി അറിയപ്പെടുന്ന ഇടയിലക്കാടിനെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വെള്ളാപ്പുമായി ബന്ധിപ്പിക്കുന്ന ബണ്ടിന് പകരം റോഡ് പാലം എന്ന ആവശ്യത്തിന് ജീവൻ വയ്ക്കുന്നു. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കവ്വായി കായലിൽ മണ്ണ് പരിശോധന നടത്തി. ജലസേചന വകുപ്പിന് കീഴിലെ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ആഴ്ചകളായി ബണ്ടിന് സമീപം കായലിലും ഇരുകരകളിലുമായി മണ്ണ് പരിശോധന നടത്തിയത്. ജലസേചന വകുപ്പിന് കീഴിലെ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഓവർസിയർമാരായ K നവീൻ, P ശ്യാമ എന്നീ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് മണ്ണ് പരിശോധന. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ദ്വീപ് പഞ്ചായത്തിലേക്ക് വലിയ പറമ്പ് ഭാഗത്ത് കായലിൽ നേരത്തെ റോഡ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. ബോട്ടുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടെ പാലം പണിതത്. യാത്ര
യാത്രാ ദുരിതം നേരിടുന്ന ദ്വീപ് നിവാസികൾക്ക് വാഹന ഗതാഗതമടക്കമുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടയിലക്കാട്ട് ബണ്ട് പണിതത്. എന്നാൽ പുഴയെ തടഞ്ഞുള്ള ബണ്ട് പൂർത്തിയായതോടെ നീരൊഴുക്ക് നിലക്കാൻ ഇടയാവുകയും പരിസരങ്ങളിൽ കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എത്തി അന്വേഷണം നടത്തിയതോടെ നീരൊഴുക്ക് സുഗമമാക്കാൻ റോഡ് പാലമെന്ന ആവശ്യമുയർന്നു. മഴക്കാലങ്ങളിൽ ദ്വീപ് നിവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കമ്പാട് വർഷങ്ങൾക്ക് മുൻപ് സർക്കാരിൽ നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വെള്ളാപ്പ് ഇടയിലക്കാട് പാലമെന്ന നിർദ്ദേശത്തിന് വേഗം വന്നത്. തൃക്കരിപ്പൂർ MLA M രാജഗോപാലിന്റെ ഇടപെടലിലൂടെ റോഡ് പാലം വേഗത്തിൽ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വിനോദസഞ്ചാര മേഖലയിലുള്ളവരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ജനറൽ ആശുപത്രി കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2024 സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ജനറൽ ആശുപത്രി കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വച്ചായിരുന്നു സ്നേഹസംഗമം 2024 സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾക്ക് മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും ധനസഹായം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ധനസഹായമായിട്ട് ഒന്നും കൊടുക്കാറില്ല. അതിന് പകരം നമ്മൾ എല്ലാ വർഷവും പദ്ധതിയിൽ ഒരു തുക വെക്കും. അതിൽ നിന്ന് നിങ്ങൾക്കുള്ള കെയറിങ്, അതായത് ഇപ്പോൾ കിടപ്പിലായ രോഗികൾക്കുള്ള ബെഡ്, പിന്നെ വാക്കിംഗ് സ്റ്റിക്ക്, വീൽ ചെയർ, മറ്റു മെഡിസിൻസ്, ഇതുപോലുള്ള സേവനങ്ങളാണ് നമ്മൾ നൽകാറുള്ളത്. അതായത് പണമായിട്ടൊന്നും നൽകാറില്ല. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിയാന ഹനീഫ്, രജനി പ്രഭാകരൻ, നഗരസഭാ കൗൺസിലർമാരായ D രഞ്ജിത, M ലളിത, P രമേശ്, കാസർഗോഡ് ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ജമാൽ അഹമ്മദ്, ജനറൽ ആശുപത്രിയിലെ LHI PT ജലജ, JHI AV ശ്രീജിത്ത്, നഗരസഭാ സെക്രട്ടറി PA ജസ്റ്റിൻ, KMCC ഈസ്റ്റേൺ പ്രോവിൻസ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഖാസി മുഹമ്മദ്, ജനറൽ സെക്രട്ടറി ജമാൽ ആലമ്പാടി, PP ഇല്യാസ്, K ഉത്തമൻ, JCA കാസർഗോഡിലെ ഫർസാന ശിഹാബുദ്ദീൻ, PA കോളേജിലെ ഹനീഫ്, അർബൻ ഹെൽത്ത് കോർഡിനേറ്റർ NM അലക്സ് എന്നിവർ സംബന്ധിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് KK രമ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. DCC ഓഫീസിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കാസർഗോഡ് DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ പോയപ്പോൾ മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന തീൻമൂർത്തി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവൻ്റെ മുമ്പിലൂടെ പോയി. നമ്മളൊക്കെ നേരത്തെ ഡൽഹിയിൽ പോകുമ്പോൾ തീൻമൂർത്തി ഭവൻ മ്യൂസിയമാക്കി മാറ്റി അവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും മറ്റും എല്ലാവർക്കും കാണാമായിരുന്നു. ഇതിപ്പോൾ അത് മാറ്റി അത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയമാക്കി മാറ്റി. യോഗത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, KPCC മെമ്പർമാരായ K നീലകണ്ഠൻ, ബാലകൃഷ്ണൻ പെരിയ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, MC പ്രഭാകരൻ, CV ജെയിംസ്, അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, രാജു കട്ടക്കയം, ജോമോൻ ജോസ്, കാർത്തികേയൻ പെരിയ, മിനി ചന്ദ്രൻ, ജവാദ് പുത്തൂർ, A വാസുദേവൻ നായർ, PC സുരേന്ദ്രൻ നായർ, PK വിനോദ് കുമാർ, R ഗംഗാധരൻ, സജീവൻ മടിവയൽ, PK രാഘവൻ, ജയപ്രകാശ്, രാഘവൻ കുളങ്ങര, അഡ്വക്കേറ്റ് ബെന്നി സെബാസ്റ്റ്യൻ, ജമീല അഹമ്മദ്, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു.
2017 നടന്ന മെഡിക്കൽ ക്യാമ്പിൽ രോഗബാധിതരെന്ന് കണ്ടെത്തിയിട്ടും പട്ടികയിൽ ഉൾപ്പെടാത്ത 1031 പേർക്കു വേണ്ടിയാണ് പുതിയ സമരം. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നത്തെ വിവിധ ക്യാമ്പുകളിൽ നിന്ന് 1905 പേരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്താനായി തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ സർക്കാർ 287 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെയാണ് അമ്മമാർ ജില്ലാ ഭരണകൂടത്തിനു മുന്നിൽ സമരവുമായി എത്തിയത്. തുടർന്ന് 76 പേരെ കൂടി ഉൾപ്പെടുത്തി. തുടർന്ന് സമരവുമായി ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കലെത്തി. ദിവസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ 511 കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി. 3 തവണയായി 874 പേർ പട്ടികയിലായി. അപ്പോഴും പുറത്ത് 1031 പേർ. ഇവരെ കൂടി ഉൾപ്പെടുത്താമെന്ന സർക്കാർ ഉറപ്പിലായിരുന്നു അമ്മമാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിക്ക് കീഴിൽ MK അനിത അധ്യക്ഷയായി എൻഡോസൾഫാൻ 1031 സമരസമിതി എന്ന പേരിൽ ഉപസമിതിയുണ്ടാക്കിയാണ് വീണ്ടും പ്രക്ഷോഭം തുടങ്ങിയത്. പ്രക്ഷോഭത്തിനിറങ്ങിയ അമ്മമാർ ആദ്യഘട്ടമായി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സർക്കാരുകൾക്ക് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ഏറ്റെടുക്കാൻ ബാധ്യതയുണ്ടെന്നും അതവർ നിറവേറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകൂടം നടത്തിയ അതിക്രമത്തിന് പരിഹാരം കാണുന്നതിന് അമ്മമാർ തെരുവിലിറങ്ങേണ്ടി വരുന്നത് വിദ്വേഷത്തിന്റെ നിലയിലേക്ക് മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. MK അനിത അധ്യക്ഷത വഹിച്ചു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത് 2017 കണ്ടെത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 1031 പേരെ തിരിച്ചെടുക്കുക, സെല്യോഗം ചേരുക, വിവാദമായ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, മരുന്നും ചികിത്സയും അനുവദിക്കുക. ഈ മുഖ്യ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്താൻ പോകുന്നത്. നാളിതുവരെ നടത്തിയ പോരാട്ടങ്ങളോട് സർക്കാർ കാണിച്ച അലംഭാവമൊന്നും ഈ സമരത്തിലേക്ക് കാണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ നേടും വരെ എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. A. ഹമീദ് ഹാജി, കാളിദാസൻ മലപ്പുറം, ഡോക്ടർ E. ഉണ്ണികൃഷ്ണൻ, പ്രേമചന്ദ്രൻ ചോമ്പാല, പ്രേംനാഥ് വയനാട്, P. മുരളീധരൻ, പ്രസന്ന കണ്ണപുരം, K. കൊട്ടൻ, സുബൈർ പടുപ്പ്, ഹമീദ് ചേരങ്കൈ, T. ശോഭന, ഫസൽ റഹ്മാൻ, ജയൻ P. വർഗീസ്, കൃഷ്ണൻ ബന്തെടുക്ക, CV നളിനി, CH ബാലകൃഷ്ണൻ, E. തമ്പാൻ എന്നിവർ സംസാരിച്ചു. P. ഷൈനി സ്വാഗതവും പ്രമീള ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NCC കാഡറ്റുകൾ ഗാന്ധി പ്രതിമയ്ക്ക് സ്വച്ഛാഞ്ജലി അർപ്പിച്ചു. നീലേശ്വരം ഗാന്ധി സ്മൃതി മണ്ഡപവും ഗാന്ധി പ്രതിമയും NCC കാഡറ്റുകൾ ശുചീകരിച്ചു. NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നീലേശ്വരം ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സ്വച്ഛാഞ്ജലി നടത്തി. ഗാന്ധി പ്രതിമയും മണ്ഡപവും NCC കാഡറ്റുകളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. തുടർന്ന് കാഡറ്റുകൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. NCC ഓഫീസർ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത്, ഫിസ നൌറീൻ പരീത്ത്, മറീന തോമസ്, ദേവിക വസന്ത, ഗോപിക എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കയർ ഭൂവസ്ത്ര വിതാനം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലകളിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന കയർ വ്യവസായത്തെ നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വിവിധങ്ങളായ പ്രോത്സാഹന പദ്ധതികളും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉൽപാദന വൈവിധ്യവൽക്കരണവും കയർ വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട്. കയറിന്റെ പുത്തൻ സാധ്യതകളിൽ സുപ്രധാനമാണ് കയർ ഭൂവസ്ത്രം. നിരവധി മേഖലകളിൽ കയർ ഭൂവസ്ത്രത്തിന്റെ ഉപയോഗ സാധ്യതകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പരിസ്ഥിതി സൌഹൃദമെന്ന നിലയിൽ ഇതിനകം അംഗീകരിക്കപ്പെട്ട കയർ ഭൂവസ്ത്രത്തെപ്പറ്റി, അതിന്റെ ഉപയോഗ സാധ്യതകളെപ്പറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിലും ഉദ്യോഗസ്ഥരിലും അവബോധം സൃഷ്ടിക്കാനായാണ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി, ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉഷ AP അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MGNR EGS പ്രൊജക്ട് ഡയറക്ടർ സുഭാഷ് TV, കയർഫെഡ് ഡയറക്ടർ ഭാർഗവൻ K എന്നിവർ സംസാരിച്ചു. കണ്ണൂർ കയർ പ്രൊജക്ട് ഓഫീസർ രാധാകൃഷ്ണൻ K സ്വാഗതവും കണ്ണൂർ POC അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീജിത്ത് KK നന്ദിയും പറഞ്ഞു. തൊഴിലും കയർ ഭൂവസ്ത്ര സംയോജിത പദ്ധതിയുമെന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് നസീർ VA ക്ലാസ് എടുത്തു. കയർ ഭൂവസ്ത്ര വിധാനവും സാങ്കേതിക വിഷയങ്ങളും എന്ന വിഷയത്തിൽ അനിൽകുമാർ NR ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞു. ഇരുവരും മോഷണക്കേസിലെ പ്രതികൾ. മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല IP അത്യാഹിത ചികിത്സ പുനരാരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. സൂപ്പർ ഹിറ്റായി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി ആലമ്പാടി ഉറൂസ് നഗരി. അന്നദാനത്തിനുള്ള സാധനങ്ങളുമായി എത്തിയ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഊഷ്മള സ്വീകരണം. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി 31-ന് പ്രതിഷേധ ധർണ നടത്തും. അന്ന് ഉച്ചവരെ ജില്ലയിലെ പ്രസ്സുകൾ അടച്ചിടും. ജനലുകൾ വഴി മരവടി അകത്തിട്ട് അതിവിദഗ്ധമായ മോഷണം. ബിരുദനെ പൂട്ടുവാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബേക്കൽ പോലീസ്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.